ഹായ്, ഇന്നതാ സ്കൂട്ടർ ടയറുകൾ. അപ്പോൾ സ്കൂട്ടർ ടയറുകൾ വെച്ചിട്ട് ഗാർഡനിൽ അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചർ കടകളിൽ നിന്നാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ 10 രൂപ കൊടുത്താൽ നമുക്ക് ഇതേപോലെയുള്ള ഓൾഡ് സ്കൂട്ടർ ടയറുകൾ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഭാഗമായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ടയറുകളുടെ ഉൾഭാഗത്തെ വക്കുകളിൽ കമ്പികൾ ഉണ്ടാവും. അപ്പോൾ ആ കമ്പികൾ ഉള്ളത് കൊണ്ട് നമ്മൾ ആ വക്ക് ഭാഗം മാത്രം നമ്മൾ ഒന്ന് മിഷൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗം നമുക്ക് മൂർച്ചയുള്ള കറുക്കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാഗത്തെ സൈഡ് ഭാഗം നമ്മൾ കമ്പിയുള്ള ഭാഗം നമ്മൾ മിഷൻ വെച്ചിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് കറുക്കത്തി ഉപയോഗിച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തു. അപ്പോൾ അതാ ഒരു ടയർ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടയറുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടയറുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 ടയറാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. 12 പീസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാം. എമൽഷനാണ് നമ്മൾ പെയിന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടയറുകൾക്കൊക്കെ പെയിന്റ് അടിച്ചെടുക്കാൻ നമുക്ക് ഇനാമിലിനേക്കാളും സൗകര്യം എമൽഷനാണ്. അപ്പോൾ നമ്മുടെ ടയർ പീസുകളൊക്കെ നമ്മൾ പെയിന്റ് അടിച്ചെടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. ഇത് നമ്മളൊരു 2 ദിവസം മുൻപേ ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ചെടിമരം നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കമ്പ്, അതായത് കുറേ ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഒരു മരത്തിൻ്റെ കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു പോട്ടിൽ അത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതാണ്. ആ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച മരത്തിൻ്റെ കമ്പുകളിലൊക്കെ നമ്മൾ ഓരോ പോട്ടുകൾ ഇതേപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ചെടിമരം ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ കമ്പിൻ്റെ മുകളിൽ നമ്മൾ മരത്തിൻ്റെ കമ്പിൻ്റെ മുകളിൽ കോട്ടൺ തുണി സിമെൻറ്റിൽ മുക്കിയ ശേഷം നമ്മൾ ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടയർ കൊണ്ട് നമ്മൾ ഗാർഡനിൽ ചെയ്യുന്ന ഭാഗത്തേക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് ഉണങ്ങിയാൽ നമുക്ക് അതിലേക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2 ദിവസം മുൻപേ ചെയ്തു വെച്ചത്. അപ്പോൾ അതാ ഈ ഭാഗത്താണ് നമ്മൾ ടയർ കൊണ്ടുള്ള നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് വെച്ച നമ്മുടെ പീസുകൾ നമ്മൾ ഇതേപോലെ അടുക്കി വെക്കുന്നുണ്ട്, സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടയറിൻ്റെ പീസുകൾ വെച്ച് നമ്മുടെ ഗാർഡൻ്റെ ബോർഡർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തു. നമുക്ക് ഇതിനുള്ളിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 4 ടയർ നമ്മൾ പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ആ 4 ടയർ നമ്മൾ ഇതേപോലെ ഇതിനുള്ളിൽ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ആ ടയർ വരുന്നതിൻ്റെ പിറകു ഭാഗത്ത് നമ്മളിതാ അവിടെ ഒന്ന് കൊത്തി ലെവലാക്കിയ ശേഷം നമ്മൾ അവിടെ നമ്മുടെ ചെടിമരം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിമരം വെച്ചു, പിന്നെ ടയറുകളൊക്കെ വെച്ച് ബോർഡറൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു. ഉള്ളിൽ വെച്ച ടയറുകളുടെ പിറകു ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ ബാക്കിയുള്ള 3 പീസുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടയറുകളിലൊക്കെ മണ്ണ് നിറയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ ടയറുകളിലും മണ്ണ് നിറയ്ക്കണം. അതേപോലെ അതിൻ്റെ പുറം ഭാഗത്ത് തറയിലൊക്കെ നമുക്ക് മണ്ണ് കൊടുത്ത് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കണം. ബോർഡർ കൊടുത്ത ടയർ പീസുകളുടെ പുറംഭാഗത്ത് നമ്മൾ മണ്ണ് ചൊരിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്.
എല്ലാ ഭാഗത്തും മണ്ണൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചെടിമരത്തിന് നമുക്ക് പെയിൻറ് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മളിതാ ഒരു കാപ്പി കളർ പെയിൻറ് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മരത്തിനും അതേപോലെ തന്നെ അതിൻ്റെ ചെടി ചട്ടികൾക്ക് അതായത് പോട്ടുകൾക്കൊക്കെ നമ്മൾ പെയിൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെടിമരത്തിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. അപ്പോൾ പോട്ടുകൾക്കൊക്കെ നമ്മളിതാ വൈറ്റ് പോട്ടുകൾക്ക് നമ്മൾ ബ്ലാക്ക് ഡോട്ട് കൊടുത്താണ് നമ്മളത് റെഡിയാക്കി എടുത്തത്. മരത്തിന് നമ്മൾ കാപ്പി കളർ പെയിൻ്റ് അടിച്ചു. അതേപോലെ തന്നെ അടിഭാഗത്തെ പോട്ടിനും നമ്മൾ ആ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ടയറുകളിൽ ചെടി കൊടുക്കുക. അതേപോലെ തന്നെ ചെടിമരത്തിൻ്റെ പോട്ടുകളിലൊക്കെ നമുക്ക് ചെടികൾ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെടിമരത്തിൽ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു. എല്ലാ പോട്ടിലും ചെടി വെച്ച് കഴിഞ്ഞു. അതേപോലെ അതിൻ്റെ അടിഭാഗത്ത് വരുന്ന പോട്ടിൽ നമ്മൾ ഒരു മണി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയറുകളിൽ 4 ചെടികൾ വെച്ചു. ഇനി ഇതേപോലെയുള്ള 3 പോട്ടുകൾ നമ്മൾ ഇതിൻ്റെ ഈ ടയർ വരുന്നതിൻ്റെ മുൻഭാഗത്ത് നമ്മൾ അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി ഭാഗത്ത് ഇതേപോലെ ബേബി മെറ്റൽ ചൊരിഞ്ഞു കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നു. ഇനി അവസാനം മിനുക്ക് പണിയായിട്ട് ബോർഡർ വെച്ച ടയറിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ ഒരു കളറ് കൊടുക്കുന്നുണ്ട്, ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ ടയർ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഗാർഡൻ അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെടിമരത്തിലും ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിഭാഗത്ത് നമ്മൾ ബേബി മെറ്റൽ ചൊരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബേബി മെറ്റലിന് പകരം നമുക്ക് വേണമെങ്കിൽ പുല്ലും കൊടുക്കാം. അപ്പോൾ സ്കൂട്ടർ ടയർ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഗാർഡൻ ഡെക്കോർ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ. നമ്മുടെ ഗാർഡൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗാർഡൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ വേണമെന്നൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഗാർഡൻ ഫുള്ള് സെറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ കൂടുതലും നമ്മൾ പായ് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ഭാഗങ്ങളും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്.